There never was anyone quite like me. I'm the only. ഒരിക്കൽ ഒരു വീട്ടിലെ 2 സഹോദരന്മാർ ഒരു സൈക്കോളജിസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യുവാനായിട്ടിടയായി. അതിൽ മൂത്ത സഹോദരൻ അവനൊരു വലിയ മദ്യപാനിയും അസഭ്യമെല്ലാം പറഞ്ഞ് സമൂഹത്തിന് തന്നെ വളരെ ശല്യമായിട്ട് തീർന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇളയ സഹോദരൻ സമൂഹത്തിൽ നല്ല സ്ഥാനമുള്ള, നല്ല ഗവൺമെൻറ് ജോലിയുള്ള, ഉന്നത പദവി വഹിക്കുന്ന ഒരു വ്യക്തിയായി. അപ്പോൾ ഒരു ഭവനത്തിൽ തന്നെ ഒരേ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന 2 സഹോദരങ്ങൾ, അതിൽ ഒരാൾ ഒരു നല്ല വ്യക്തിയായിട്ട് ഔന്നത്യത്തിൽ എത്തിച്ചേരുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ മറ്റവൻ തൻ്റെ ജീവിതത്തിൽ തകർച്ചയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായിത്തീർന്ന കാരണം എന്താണെന്ന് അറിയുവാനായിട്ടാണ് ഈ സൈക്കോളജിസ്റ്റ് അവരെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു. അദ്ദേഹം മൂത്ത സഹോദരനെ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു. അവനെ വിളിച്ചിട്ട് അവനോട് ചോദിച്ചു, എൻ്റെ പ്രിയ സുഹൃത്തെ, നിൻ്റെ ജീവിതത്തിൽ ഈ തകർച്ചയ്ക്ക് കാരണമായിത്തീർന്ന, ഈ മോശമായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീർന്ന, നിന്നെ നയിച്ച സാഹചര്യം എന്താണ്? നിൻ്റെ സ്വന്തം സഹോദരൻ അവൻ നല്ലൊരു ഉദ്യോഗസ്ഥനായി ഉന്നതമായിട്ടുള്ള പദവി വഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നീ എന്താ നിൻ്റെ ജീവിതം ഇപ്രകാരം തകരുവാനായിട്ട് ഇടയായിത്തീർന്നത്? മൂത്ത സഹോദരൻ ഇപ്രകാരം ആ സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞു, എൻ്റെ പ്രിയ സാറേ, ഓർമ്മ വച്ച നാൾ മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനവും ഒരു സന്തോഷവും എനിക്ക് അനുഭവിക്കുവാനായിട്ടിടയായിത്തീർന്നിട്ടില്ല. എൻ്റെ അച്ഛൻ മദ്യപിച്ചുകൊണ്ട് എപ്പോഴും കടന്നു വരികയും എൻ്റെ അമ്മയെ ഉപദ്രവിക്കുകയും, ഈ അച്ഛൻ മദ്യപിച്ചുകൊണ്ട് ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ ഞാനും എൻ്റെ സഹോദരനും അമ്മയുമെല്ലാം ഓടി ഒളിക്കുവാനായിട്ടിടയായിത്തീരും. അദ്ദേഹം വീട്ടിൽ കടന്നു വന്ന് അമ്മയെ ഉപദ്രവിക്കുകയും ചീത്ത വിളിക്കുകയും വീട്ടിലുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം എറിഞ്ഞ് തകർക്കുകയും വീട്ടിലുള്ള സാധന സാമഗ്രികൾ അടിച്ച് തകർക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ ഭവനത്തിലൊരു ഭീകര അന്തരീക്ഷമായിരുന്നു എൻ്റെ പിതാവ് ഉണ്ടാക്കിക്കൊണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്ക് പഠിക്കുവാനൊന്നും കഴിഞ്ഞില്ല. ഞാനും കുറേ കാലം കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു, ഇങ്ങനെ ഈ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന എനിക്കും ഒരു സമാധാനം കണ്ടെത്തുവാനായിട്ട് ഞാനും തിരഞ്ഞെടുത്ത വഴി അല്പാൽപ്പം മദ്യപിക്കുവാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ അധികമായിട്ട് മദ്യപിക്കുന്ന ഒരു മദ്യപാനിയായിട്ട് എൻ്റെ ജീവിതം മാറുവാനായിട്ടിടയായിത്തീർന്നു. എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യമാണ് സാറേ എന്നെ ഇപ്രകാരം എത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ സൈക്കോളജിസ്റ്റ് ഇളയ സഹോദരനെ വിളിച്ചു. അവനെയും അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു. അവനോടും ചോദിച്ചു, എൻ്റെ പ്രിയ സുഹൃത്തെ, നിൻ്റെ മൂത്ത സഹോദരൻ ഇങ്ങനെ ഒരു മദ്യപാനിയായിട്ട് മറ്റുള്ളവർക്ക് ശല്യം നിറഞ്ഞ ഒരു ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരു നല്ല വ്യക്തിയായി നല്ലൊരു പൊസിഷനിൽ എത്തിച്ചേർന്ന് നിൻ്റെ ജീവിതം ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാനായിട്ടിടയായിത്തീർന്നത്? ആ സഹോദരൻ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പ്രിയ സാറേ, എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കണ്ടിരുന്നത് എൻ്റെ അച്ഛൻ വളരെ മദ്യപിച്ചു കൊണ്ടുവന്ന് ഭവനത്തിൽ വളരെ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്ന, അമ്മയെ അടിക്കുന്ന, ഞങ്ങളെല്ലാം ഉപദ്രവിക്കുന്ന, വളരെയധികം അസഭ്യം പറയുന്ന, അങ്ങനെ ഞങ്ങൾക്കൊരു സ്വസ്ഥതയുമില്ലാത്ത, ഞങ്ങൾക്ക് പഠിക്കുവാൻ പോലും ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷമായിരുന്നു ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനെ പോലെ ഞാൻ ആയിത്തീരത്തില്ല. എനിക്കൊരു വ്യത്യസ്തനായി മാറണമെന്ന് ഞാൻ അപ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കുവാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ട് പഠിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഭവനത്തിലിരുന്ന് പഠിക്കുവാനുള്ള സാഹചര്യമില്ലെങ്കിലും ഞാൻ സ്കൂളിൽ വെച്ച്, കോളേജിൽ വെച്ച്, മറ്റു പലയിടങ്ങളിലും കടന്നു പോയിരുന്ന് ഞാൻ പഠിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, കഠിന പ്രയത്നം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഔന്നത്യത്തിൽ എനിക്ക് എത്തിച്ചേരുവാനായിട്ടിടയായിത്തീർന്നത്. ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരേ ഭവനത്തിലുള്ള 2 സഹോദരങ്ങൾ ഒരേ സാഹചര്യത്തിൽ ജനിച്ചു വളർന്നു. അതിൽ ഒരാൾ നശിക്കുവാനായിട്ടിടയായിത്തീർന്നു, മറ്റേയാൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. അതിൻ്റെ കാരണം എന്താണ്? അവരുടെ പ്രതികൂല സാഹചര്യത്തിൽ അവർ എടുത്ത തീരുമാനമായിരുന്നു അവരെ ഈ എക്സ്ട്രീം തലത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയാക്കിയത്. ഒരാളിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഒരാളിൻ്റെ തീരുമാനം അത് നല്ല തീരുമാനമായിരുന്നു. അവൻ തീരുമാനിച്ചത് വ്യത്യസ്തമായിട്ട്
ആ ജീവിത സാഹചര്യത്തിൽ അവൻ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. എൻ്റെ അവസ്ഥ ഇതാണ്, അപ്പോൾ എനിക്കൊരു വ്യത്യസ്തനായിട്ട് മാറണം എന്നുള്ള ഒരു ചിന്ത അവനെ ഭരിക്കുവാനും അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള തീരുമാനം അവൻ എടുക്കുവാനും ഇടയായിത്തീർന്നു. അതവന് ഉയരങ്ങളിൽ എത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. മറ്റേ സഹോദരൻ്റെ തീരുമാനം വളരെ അപകടം നിറഞ്ഞ വളരെ മോശമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അത് അവനെ നാശത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ഏത് സാഹചര്യം എന്തായിരുന്നാലും നമ്മുടെ തീരുമാനമാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറൻറ്റ് തിങ്സ്, ബട്ട് ദേ ഡു തിങ്സ് ഇൻ ഡിഫറൻറ്റ് വേ. നമ്മുടെ ജീവിത സാഹചര്യം എന്തും ആയിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധിയിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ശരിയായ തീരുമാനമെടുത്ത് ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. ദ റൈറ്റ് ആൻസർ ഈസ് ദ ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ്. ശരിയായിട്ടുള്ള തീരുമാനത്തോടെ, പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്കും കഴിയും. The heights great men reached and kept are not won by a sudden flight, but they, while their companions slept, were toiling upward in the night. മഹാന്മാർ അവരുടെ ഔന്നത്യത്തിൽ എത്തിച്ചേർന്നത് പെട്ടെന്ന് ഒരു കുതിച്ചുചാട്ടത്തിലൂടെയല്ല. അവരുടെ കൂട്ടുകാർ രാത്രികാലങ്ങളിൽ ഉറങ്ങുന്ന സമയത്ത് ഇവർ രാത്രിയുടെ യാമങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത് ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ശരിയായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുക, ഒരു പുതിയ ഡിറ്റർമിനേഷനോടുകൂടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുക. നിങ്ങൾക്കും ഔന്നത്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരും. യുവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ്. God bless you. Wish you all the best.